ഓൾ കൈൻഡ്സ് ഓഫ് വെൽഡേഴ്സ് അസോസിയേഷന്റെ പ്രഥമ സംസ്ഥാന സമ്മേളനം 2025 മെയ് 11 എറണാകുളം കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കും. വിവിധ കമ്പനികളുടെ പ്രദർശന സ്റ്റാളുകളും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ മാഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 15,000-ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വെൽഡിംഗ് മേഖലയിൽ സ്വതന്ത്രമായി തൊഴിൽ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചർച്ച നടത്തും. പ്രതിനിധി സമ്മേളനം രാവിലെ 10 മണിക്ക് എറണാകുളം MLA TJ വിനോദ് ഉദ്ഘാടനം ചെയ്യും. ട്രേഡ് യൂണിയൻ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും നടക്കും. വൈകുന്നേരം 4 മണിക്ക് വ്യവസായ നിയമ വകുപ്പ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന അധ്യക്ഷൻ ദീപു KD ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സെക്രട്ടറി അജാസ് ഖാൻ, സ്വാഗത സംഘം ചെയർമാൻ ബിജു സേവ്യർ എന്നിവർ സംബന്ധിക്കും. വയനാട് ദുരന്ത ബാധിതർക്ക് ടേബിളുകൾ നിർമ്മിച്ചു നൽകിയവരെ ചടങ്ങിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി നികേഷ് KP ആദരിക്കും. AKWA തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി താങ്ങും തണലും പദ്ധതിയിൽ നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ താക്കോൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഭിലാഷ് M കൈമാറും. സംഘടനയുടെ വീക്ഷണം എന്ന വിഷയം സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ജവാഹർ അവതരിപ്പിക്കും. സംഘടന പുറത്തിറക്കിയ സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് സംസ്ഥാന ട്രഷറർ സെബി PT നിർവഹിക്കുമെന്ന് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് റിജേഷ് പുതിയതെരുവ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി സന്തോഷ് മാഹി, ജോയിന്റ് സെക്രട്ടറി ശ്രീജിത്ത് പെരളശ്ശേരി, തലശ്ശേരി മേഖലാ ട്രഷറർ ഷിജിൽ അഞ്ചരക്കണ്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒന്നാം സെഷൻ ശ്രീ TJ വിനോദ് കുമാറാണ്. വൈകുന്നേരത്തെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ വ്യവസായ മന്ത്രി നിയമ വകുപ്പ് മന്ത്രി P രാജീവ് കുമാറാണ്. സംസ്ഥാന അധ്യക്ഷൻ ദീപു അധ്യക്ഷത വഹിക്കും. സംഘടനയുടെ ഇതുമായി ബന്ധപ്പെട്ട സംഘടനയുടെ കൈത്താങ് എന്ന സാമൂഹ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വ്യത്യസ്തമായി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു വീട്, ഒരു വിജയമായ കുടുംബത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്നത് അതിൻ്റെ താല്പര്യം നടക്കുന്നതാണ്. അതുപോലെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് സംഘടന നടത്തിയ ഒരു കൈത്താങ്കുകൾ പദ്ധതിയായിരുന്നു. ഒരു 50-ഓളം ഒരു ടേബിളുണ്ട്. അവിടുത്തെ കലയുടെ നിർദ്ദേശപ്രകാരം ടേബിൾ നിർമ്മിച്ചു നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയവരെ ആദരിക്കുന്നുണ്ട് ഈ ചടങ്ങിൽ. തുടക്കകാലം പോലെ ചെയ്തു വരുന്ന ഒരു സാമൂഹ്യ പദ്ധതി, അതായത് വെൽഡേഴ്സിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ത് ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് നമ്മുടെ വസ്തുക്കളുടെ ഫർണിച്ചർ, മറ്റു ഫർണിച്ചറുകൾ റിപ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം അവർ വരുന്ന ഫ്രീയായിട്ട് ചെയ്തുകൊണ്ടുള്ള കാര്യം ചെയ്യുന്നത്. ഇപ്പം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരു വീട് തന്നെ നിർമ്മിച്ചെടുക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീട് തന്നെ ഒരു കുടുംബത്തിൽ വീട് നിർമ്മിച്ചില്ല. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു തൊഴിലെടുക്കാൻ കഴിയാത്തവർക്ക് ഒരു ഉപജീവന മാർഗം എന്നുള്ള രീതിയിൽ ഒരു കട, നമ്മുടെ ഈ പെട്ടിക്കട പോലെ ഒരു നൽകി നിർമ്മിച്ചെടുക്കുന്ന രീതിയിൽ